മരിച്ചു പോയി എന്ന് പറഞ്ഞപ്പം ഭയങ്കര സങ്കടമായിരുന്നു. ഇപ്പം പോലും അത് കണ്ടപ്പോൾ പോലും കറക്റ്റ് അവനെ പോലെ തന്നെ ഇരിക്കണം. എന്താണെന്നറിയില്ല, ഭയങ്കര സങ്കടം. എല്ലാം എവിടെയും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട് എല്ലാവരുടെ ഒപ്പം. ഒരു 11-12 വർഷം മുമ്പ് വന്ധ്യംകരണ ശസ്ത്രക്രിയ കഴിഞ്ഞ് ഏതോ നാട്ടിൽ നിന്ന് പിടിക്കപ്പെട്ട് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച ഒരു നായ്ക്കുട്ടിയായിരുന്നു എൽദോ. അപ്പോൾ അവൻ്റെ മേത്തൊരു പൊള്ളിയ പാടും വെള്ളം തിളച്ച് വീണ് പൊള്ളിയ പാടുമൊക്കെ ആയിട്ടാണ് ഈ നാട്ടിൽ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൾ പെട്ടെന്ന് ആളുകളുടെയൊക്കെ സഹതാപവും സ്നേഹമൊക്കെ പിടിച്ചു പറ്റി. കുട്ടികളായിട്ട് പ്രത്യേക ഒരു വാത്സല്യം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ബസ് വഴിയാണ്. ഞങ്ങൾ ബസ് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങളെ വീട്ടിൽ കൊണ്ടൊക്കെ ആക്കാറുണ്ട്. പിന്നെ എപ്പോഴും പറഞ്ഞ സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ വന്നിട്ട് ചില സമയത്ത് അവിടെ കിടക്കും. അപ്പം ഞാൻ വിശക്കാന്ന് വെച്ച് ഞാൻ ബിസ്ക്കറ്റ് മേടിച്ച് കൊടുക്കാറുണ്ട്. എൽദോനെ ആദ്യമേ തുടങ്ങി ഇങ്ങനെ കാണുന്നതാണ്. ഒരു കുഴപ്പമില്ല, എനിക്ക് എൽദോനോട് ഇഷ്ടമാണ്. പേഴ്സണലായിട്ട് നമ്മൾ വളർത്തുന്ന ചില മൃഗങ്ങളോട് നമുക്ക് ഇതുണ്ടാവും അറ്റാച്ച്മെൻറ്റ്. ഇതൊരു തെരുവ് നായ എന്നാണ് ഇതിനെ പറയുക. അപ്പോൾ അതിനിടയിലും ഇത്തരം വ്യത്യസ്തമായിട്ട് നമ്മൾ കാറ്റഗറി തിരിച്ചെടുക്കുമ്പോൾ ഉണ്ടാകുന്ന നല്ല തെരുവ് നായ്ക്കളും ഉണ്ട്.